നമ്മൾ ഇന്നലെ റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 9 വരെയുള്ള വചനങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. അവിടെ നാം കണ്ടു, നമ്മൾ കർത്താവിൽ വരുന്നതിന് മുമ്പേ നാം ഏതായിരുന്നാലും ഒരുപക്ഷേ ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരായിരുന്നേക്കാം, അല്ലെങ്കിൽ അക്രൈസ്തവരായിരിക്കാം, ഇതിനൊന്നും ഒരു പ്രസക്തിയുമില്ല എന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഞാൻ അതിലേക്ക് കയറുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ നോക്കുകയായിരുന്നു. അതായത് കർത്താവിൻ്റെ വചനം അല്ലെങ്കിൽ കർത്താവിൻ്റെ ഈ സുവിശേഷം നമ്മുടെ കൈകളിലേക്ക് ഫരമേൽപ്പിക്കപ്പെട്ടത് അതിൽ കലർപ്പ് കൂടാതെ കൊണ്ടുപോകുക എന്നുള്ള ഒരു ദൗത്യം കൂടി ദൈവം സഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ടു ഗാർഡ് ഹിസ് വേർഡ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കറിയാം, നമ്മളൊരു പക്ഷേ ചോദിക്കും, ഈ ഇത്രമാത്രം സഭകൾ എങ്ങനെയാണ് ഉണ്ടായതെന്ന്. കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പേ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ പോയതിന് ശേഷം പരിശുദ്ധാത്മാവെന്നൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവോളം നിങ്ങൾ യെരുശലേമിൽ പ്രാർത്ഥിക്കണം, ഇരുന്ന് ഒരുമിച്ച് കൂടണമെന്നാണ് അവരോട് കൽപ്പിച്ചത്. അവരങ്ങനെ ചെയ്തു. നമ്മൾ കാണുന്നു അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും അവരുടെ മേലിൽ വരുന്നു. അങ്ങനെ അവിടെ ആ ഒരു ചേർച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. യെരുശലേമിലായിരുന്നു ആദ്യത്തെ ചേർച്ച് സ്റ്റാർട്ട് ചെയ്തത്. ആ ചേർച്ചിന് ദൈവം ഓൾ ഓഫ് എ സഡൻ എല്ലാ വെളിപാടുകളും ഒന്നും കൊടുത്തിട്ടില്ല. ഗ്രാജ്വലി ഈ വെളിപാടുകൾ അപ്പോസ്തലന്മാർ മുഖാന്തരം ചേർച്ചിന് കൊടുത്തുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഒരു നല്ല ഭാഗമാണ് ഇന്ന് നമ്മുടെ കൈകളിൽ എത്തിയപ്പോൾ അപ്പോസ്തലനായ പൗലോസിനെയാണ് ദൈവം ഉപയോഗിച്ചത് ഏറെക്കുറെ കൂടുതൽ സഭയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും സഭയ്ക്ക് എങ്ങനെ മുമ്പോട്ട് പോകണമെന്നുള്ളതും പഠിപ്പിച്ചു തന്നത് അദ്ദേഹത്തിലൂടെയാണ്. അപ്പം ഇന്ന് നമ്മുടെ കൈകളിലേക്ക് ഈ സുവിശേഷം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷ്യം, നമ്മൾ എന്തിനാണ് ഈ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ രൂപാന്തരത്തിനും, 2, ടു പ്രിസർവ് the gospel, preserve the truths from the gospel. ആ സുവിശേഷത്തിൽ ഒരല്പം പോലും പെർവേർഷൻ ഉണ്ടാകാതെ, ഒരല്പം പോലും ഒരു കലർപ്പ് കൂടാതെ സത്യം പോലെ തന്നെ പോകുവാനായിട്ടാണ് ചേർച്ചിൻ്റെ ദൗത്യം. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, കാലം കഴിഞ്ഞപ്പോൾ പല തരത്തിലുള്ള ദുരുപദേശങ്ങളും ഇതിനകത്ത് കടന്നു വന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനം എഴുതിയപ്പോൾ തന്നെ പറഞ്ഞു, വരും കാലങ്ങളിൽ കള്ളപ്രവാചകന്മാർ വരികയും ഈ സത്യത്തിന് വിരുദ്ധമായ കുറേ കാര്യങ്ങൾ എടുക്കുകയും ചെയ്യും. എന്തിനു പറയണം, അപ്പോസ്തലനായ പൗലോസിൻ്റെ കാലത്ത് തന്നെ ഗലാത്യ സഭയിൽ അത് സംഭവിച്ചു. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഗലാത്യ പുസ്തകം പഠിച്ചപ്പോൾ നമ്മളത് മനസ്സിലാക്കി. അവിടെയും കള്ള ഉപദേഷ്ടാക്കന്മാർ കടന്നു വന്ന് ആ സഭയെ തെറ്റിക്കുവാനായിട്ട് സുവിശേഷത്തിനകത്ത് കലർപ്പ് ചേർത്തു. അപ്പം അവിടെ പൗലോസ് എങ്ങനെയാണോ അതിനെ എതിർത്ത് നിന്നത്, അതുപോലെ എതിർത്ത് നിൽക്കുവാനായിട്ടാണ് ദൈവം ഇന്നും നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തിലും പ്രസക്തമേറിയ കാര്യമാണ്. ഈ കാലഘട്ടത്തിലും ഇതൊക്കെ ഉണ്ട്. ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും പീക്കിൽ നിൽക്കുകയാണ് ദുരുപദേശങ്ങളും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചേർച്ചസും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ, ഈ എല്ലാ ചർച്ചുകളും, നമ്മൾ കാണുന്ന പല ട്രഡീഷണൽ ചേർച്ചുകളും എല്ലാം ഒരു സത്യ ഉദ്ദേശത്തോടു കൂടി, നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയെങ്കിലും ഗ്രാജ്വലി അവർ എന്തിന് കോംപ്രമൈസ് ചെയ്തെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ വചനത്തെ അവർ കോംപ്രമൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ, അവർ സഭ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ആണ് ദൈവവചനത്തെക്കാൾ മാന്യമായിട്ട് കണ്ടത്. അവിടെയാ വിഷയം. ഇന്ന് പല പാരമ്പര്യ സഭക്കാരും അവർ ക്ലെയിം ചെയ്യുന്നത് സഭയാണ് ആദ്യം ഉണ്ടായതെന്നും സഭയ്ക്കാണ് വചനത്തെക്കാൾ പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അവിടെയാണ് ഫോൾട്ട്.
കാരണം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച്, ദൈവം കർത്താവായി യേശുക്രിസ്തു വെളിപ്പെടുത്തിയിരിക്കുന്ന കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ദൈവം പറയുന്നു, അത് ദൈവം ഏറ്റവും ഉയർത്തി വെച്ചിരിക്കുകയാണ്. തൻ്റെ നാമത്തിന് മീതെ മഹിമപ്പെടുത്തിയിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വചനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. നമ്മളുടെ ചേർച്ചിൽ ഒരു കാര്യമുണ്ടോ, ദൈവഹിതപ്രകാരമാണോ അല്ലയോ എന്നറിയുന്നത് നമുക്ക് ത്രൂ ദ സ്ക്രിപ്റ്റേഴ്സാണ്. ഈ തിരുവെഴുത്തുകളിലൂടെയാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ വിചാരിക്കരുത് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വെളിപാട് കിട്ടുന്നതല്ല. ഗോഡ് റിവീൽസ് ത്രൂ ദ വേർഡ്. അപ്പം നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനം നാം അറിയുക എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം അറിയാത്തത് കൊണ്ടല്ലയോ, അല്ലെ അതുപോലെ തന്നെ അവൻ്റെ ശക്തി അറിയാത്തത് കൊണ്ടല്ലയോ നിങ്ങൾ തെറ്റിപ്പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ വേർഡ് പഠിക്കുന്നത്. ഒന്ന്, നമ്മുടെ ലൈഫിലെ ട്രാൻസ്ഫോർമേഷനും, രണ്ട്, അതിൻ്റെ സത്യം എന്നും നമ്മളിലൂടെ പ്രിസർവ്ഡ് ആകണം. അതെ, അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഇവിടെ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഒരുപക്ഷേ പല ചേർച്ചുകളിലുള്ളവരായിരിക്കാം. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ പോകുന്ന ഇടം അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന സ്ഥലം ദൈവത്തിൻ്റെ വേർഡ് പ്രകാരമുള്ളതാണോ എന്ന് ഞാൻ പരിശോധിക്കണം. ഞാൻ അതിനുവേണ്ടി അത് എൻ്റെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ട്രൂത്ത്, ദൈവത്തിൻ്റെ സത്യം, ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രിസർവ് ചെയ്യാനും കൂടിയാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവം അതിനായിട്ട് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് എപ്പോഴും അങ്ങനൊരു ബോധ്യം നമുക്കുണ്ടാവണം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്, എങ്ങനെ ഏത് രീതിയിൽ നമ്മൾ ഇപ്പം കൂടിയിരിക്കുന്ന ഓരോ ആളുകളും ഏത് രീതിയിൽ കർത്താവിനെ അറിഞ്ഞാലും ശരി, കർത്താവിനെ അറിഞ്ഞതിൻ്റെ കാരണം ഞാനൊരു ക്രിസ്തീയ പാരമ്പര്യത്തിലായതുകൊണ്ടൊന്നുമല്ല. ക്രിസ്തീയ പാരമ്പര്യത്തിലായതുകൊണ്ട് എന്ത് ഉണ്ടെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. നമ്മുടെ കയ്യിൽ ബൈബിളുണ്ട്, അതൊരു വലിയ പ്ലസ് പോയിന്റ് ഒന്നുമല്ല. ബൈബിളുണ്ട്, ദൈവത്തെ അറിയാനൊരു വഴിയുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ അത് നിമിത്തമൊന്നും ആരും അറിയാറില്ല. അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസികളായിരുന്നേനെ ദൈവത്തിൻ്റെ വചനം ഏറ്റവും കൂടുതൽ അനുസരിക്കപ്പെടുന്നത്. പക്ഷേ ദൈവം ഇന്ന് പലപ്പോഴും മറ്റുള്ള ആളുകളെ കൊണ്ട് തന്നെ ദൈവം ഈ ജനത്തെ നാണക്കെടുത്തുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതിരുന്നപ്പം ദൈവം പറയുകയാണ്, ഞാൻ ജാതികളെ വെച്ചുകൊണ്ട് നിങ്ങളെ നാണം കെടുത്തും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയല്ലേ. നമ്മൾ നോക്കിയാട്ട് ദൈവത്തിൻ്റെ വേർഡ് നമ്മുടെ കൈകളിൽ തന്നിട്ട് നമ്മളതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യാതെ ഇരുന്നിട്ട് നമ്മൾ ഓർക്കുകയാണ്, അയ്യോ നമുക്കിതൊന്നും പ്രാപിക്കാൻ പറ്റുകയില്ല. ശരിക്കും ദൈവം എല്ലാ മനുഷ്യർക്കും ഒരേപോലെയാണ് ദൈവം കൊടുത്തത്. ദൈവത്തിൻ്റെ മുമ്പിൽ മുഖപക്ഷമില്ല എന്നുള്ളൊരു സത്യം നമ്മൾ എപ്പോഴും ഓർക്കണം. നമുക്ക് അതിൻ്റെ 9 റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനത്തിലേക്ക് കടക്കാം. റോമർ 3:9. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നുവെന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. ഇവിടെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. വാട്ട് ദെൻ? ആർ വി ബെറ്റർ ദാൻ ദേ? നോട്ട് അറ്റ് ഓൾ. ഫോർ വി ഹാവ് പ്രീവിയസ്ലി ചാർജ്ഡ് ബോത്ത് ജ്യൂസ് ആൻഡ് ഗ്രീക്സ് ദാറ്റ് ദേ ആർ ഓൾ അണ്ടർ സിൻ. എല്ലാവരും പാപത്തിൻ്റെ കീഴിലായിരുന്നു. ഇതാണ് പോള് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു കാര്യം. അതാണ് ഞാൻ ഒന്നുകൂടി പറയുന്നു, നമ്മൾ ആദ്യമേ തുടങ്ങിയത് 2 സെക്ട് ഓഫ് പാപികളുണ്ട്. ഒന്ന് അൺഗോഡ്ലി ആയിട്ട് ജീവിക്കുന്നു, വിഗ്രഹത്തെ ആരാധിച്ച് ജീവിക്കുന്നു, ടോട്ടലി ഈ ക്രിസ്ത്യൻ ഇതൊന്നുമില്ലാതെ ജീവിക്കുന്നു. മറ്റൊന്ന് ബൈബിളൊക്കെ പറഞ്ഞുകൊണ്ട് പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. ഞങ്ങളാണ് ക്രിസ്തീയ വിശ്വാസികൾ, ഞങ്ങൾ കർത്താവിൻ്റെ അടുത്ത ആൾക്കാരാണ്. അതിന് നമ്മൾ പുറമേ കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ സ്നാനം, കർത്തൃമേശ, പള്ളിപ്പോക്ക് എന്ന് വേണ്ട ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ ജസ്റ്റിഫൈഡായി മുമ്പോട്ട് പോവുക, നമ്മളെ തന്നെ നീതീകരിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ ദൈവം പറയുന്നത് നോക്ക്, ഒരു വ്യത്യാസവുമില്ല. എന്തെങ്കിലും സവിശേഷതയുണ്ടോ? യഹൂദനായതുകൊണ്ട് എന്തെങ്കിലും സവിശേഷതയുണ്ടോ? ക്രിസ്ത്യാനി ആയതുകൊണ്ട്, ഒരു പാരമ്പര്യത്തിൽ ജനിച്ചതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം, എന്തെങ്കിലും ശ്രേഷ്ഠതയുണ്ടോ? ആർ വി ബെറ്റർ ദാൻ ദേ? നോട്ട് അറ്റ് ഓൾ. ഫോർ വി ഹാവ് പ്രീവിയസ്ലി ചാർജ്ഡ് ബോത്ത് ജ്യൂസ് ആൻഡ് ഗ്രീക്സ് ദേ ആർ ഓൾ അണ്ടർ സിൻ. എല്ലാവരും പാപം ചെയ്തവർ ആയിത്തീർന്നു, പാപത്തിൻ്റെ കീഴിലാണ്. ഓൾ ആർ അണ്ടർ സിൻ. അപ്പം നമുക്കിനി എന്താ വ്യത്യാസം? നമ്മുടെ എന്ത് പാരമ്പര്യം പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ബിക്കോസ് ദൈവം മേളിൽ നിന്ന് നമ്മളെ നോക്കുമ്പോൾ ദൈവത്തിന് കിട്ടുന്ന പിക്ചർ ദൈവത്തിൻ്റെ വേർഡിൽ നിന്നും വിട്ടുപോയവരാണ്. എന്താണ് പാപം? പാപം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ വചനം ലംഘിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും വി ആർ കമ്മിറ്റിംഗ് സിൻ.
അങ്ങനെ പാപം ചെയ്യാത്ത ഒരു വ്യക്തി പോലുമില്ല. എല്ലാ മനുഷ്യരും പാപം ചെയ്തവരാണ്. ഇതാണ് ഗോസ്പൽ നമ്മുടെ മുമ്പിൽ ആദ്യമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, റോമർക്ക് എഴുതിയ ലേഖനം ഏറ്റവും പെർഫെക്റ്റായിട്ട് അതിൻ്റെ ഫുൾനെസ്സിൽ, സുവിശേഷം ഫുൾനെസ്സായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പാപത്തെ പ്രസൻറ്റ് ചെയ്യുവാണ്. അതായത് ഒരു വ്യത്യാസമില്ല. പൗള് ഒരു യഹൂദനായാലും ശരി, അല്ലേ? പൗള് പണ്ട് വിചാരിച്ചിരുന്നത് പ്രമാണപ്രകാരം താൻ ഒരു തെറ്റും ചെയ്യാത്തവനാണെന്നാണ് താൻ വിചാരിച്ചിരുന്നത്. പക്ഷേ താൻ കർത്താവിൻ്റെ അടുക്ക വന്നപ്പോൾ തനിക്ക് മനസ്സിലായി, താൻ അതുകൊണ്ടാണ് പറഞ്ഞത് താൻ പാപികളിൽ ഒന്നാമനാണ്. പാപത്തെക്കുറിച്ച് ഒരു ബോധം വരുത്തി. ഇനിയും ഈ ഒരു സത്യം ദൈവം മുന്നമേൽ പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനത്തിലുള്ള ഒരു വാക്യമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. നമ്മൾ തുടർന്ന് വായിക്കുമ്പം, അതായത് സങ്കീർത്തനം 14:1 മുതലുള്ള വചനങ്ങളാണ് ഇവിടെ വീണ്ടും എടുത്ത് അത് റെഫർ ചെയ്തേക്കുവാൻ. നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് അത് എടുക്കണ്ട, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ അത് അതുപോലെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. ലെറ്റ് us read that. അപ്പം അതിൻ്റെ 10ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നമുക്കത് അവിടെ വെച്ച് നിർത്താം, താഴോട്ട് വരാം നമുക്ക്. അപ്പം ഇത് 14ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ദൈവം മനുഷ്യപുത്രന്മാരെ മേളിൽ നിന്ന് നോക്കി. എന്തിനാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മൾ 14ാം സങ്കീർത്തനത്തിന്റെ 2ാം വചനം ഇങ്ങനെ തന്നെയാണ് പറയുന്നത്: The Lord looks down from heaven upon the children of men to see if there are any who understand, who seek God. ദൈവത്തെ അറിയുന്നവരോ, ദൈവത്തെ മനസ്സിലാക്കുന്നവരോ, ദൈവത്തെ അന്വേഷിക്കുന്നവരോ ആരെങ്കിലും ഉണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്നും ദൈവം താഴോട്ട് നോക്കി. ദൈവത്തിന് കിട്ടിയ ആൻസർ എന്തുവാ? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വേർഡ് പറയുന്നത് എന്താ? There is none righteous, no, not one. ഒരുത്തൻ പോലുമില്ല നീതിമാൻ. ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനായി ഒരുത്തൻ പോലുമില്ല. എന്നാൽ അപ്പം നമ്മൾ മനുഷ്യരുടെ ഇടയിൽ, അപ്പം ഇത് യഹൂദനായാലും കൊള്ളാം, യൗവനനായാലും കൊള്ളാം, ഇന്നത്തെ ഭാഷയിൽ ക്രിസ്ത്യാനിയാണേലും കൊള്ളാം, അക്രൈസ്തവരാണെങ്കിലും കൊള്ളാം, നമ്മളുടെ നീതി വെച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധി ചെന്നാൽ നമ്മളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് ഞാൻ നിന്നേക്കാളും ബെറ്ററാണ്, കാരണം ഞാൻ നിന്നെപ്പോലെ ഇന്ന പാപങ്ങളൊന്നും ചെയ്യുന്നില്ല, പുറമെയുള്ള പാപങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിചാരിച്ച് നമ്മൾ കുറച്ച് നീതി പ്രവർത്തികളും നമ്മുടെ കുറച്ച് പ്രവർത്തികളും മുമ്പിൽ വരുമ്പം, ഈ പ്രവർത്തികളെന്നൊക്കെ പറയുന്നത് നമ്മുടെ കൊച്ചു ക്ലാസ്സിൽ നമുക്ക് മാർക്ക് കിട്ടുമ്പം ചില പിള്ളേർക്ക് കിട്ടുന്ന മാർക്ക് 100-ൽ 2% കിട്ടിയും അല്ലെങ്കിൽ 10% കിട്ടിയ ആ കുട്ടിക്കൊരു സന്തോഷമുണ്ട്. നമുക്കറിയാം 10%, 2% രണ്ടും തോറ്റതാണ്. പക്ഷെ 10% കിട്ടിയ ഒരാൾക്കൊരു ചെറിയ സന്തോഷമുണ്ട്. 11-ന് 2% കിട്ടുള്ളൂ, എനിക്ക് 10 മാർക്ക് അധികം 10 മാർക്ക് കിട്ടിയല്ലോ, 8 മാർക്ക് അധികം കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം. വാസ്തവത്തിൽ ഇവർ രണ്ടുപേരും പരാജയപ്പെട്ടവരല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ നീതി പ്രവൃത്തികൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കുമ്പോൾ. കാരണം ഒരു മനുഷ്യന് അവൻ രണ്ടുപേരെയും കുറിച്ചും ദൈവത്തിൻ്റെ വേർഡ് പറയുന്നത് എന്താ? രണ്ടുപേരും പാപികളാണ്, രണ്ടുപേരും ദൈവത്തിൽ നിന്നുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, നമ്മളുടെ നീതി പ്രവൃത്തി കറ പുരണ്ട തുണി പോലെയാകുന്നു. ദേ ആർ ജസ്റ്റ് ലൈക്ക് ഫിൽത്തി റാഗ്സ്. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ നല്ലതെന്ന് കാണുന്ന കാര്യങ്ങൾ, നമ്മൾ വലിയ നീതി പ്രവൃത്തിയായിട്ട് കാണുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതൊന്നും നീതിയല്ല. ബിക്കോസ് പാപം, അവനവൻ്റെ പാപത്തെയാണ് ദൈവം കാണുന്നത്. ദൈവം കാണുമ്പോൾ ഈ പാപം ഇവൻ ചെയ്ത എന്തൊക്കെ നല്ല പ്രവൃത്തിയുണ്ടോ ഇതിനെയെല്ലാം ഇംപെർഫെക്റ്റ് ആക്കുകയാണ്. നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ പ്രത്യേകിച്ചും ഈവൻ ഇന്ന് ക്രിസ്തീയ വിശ്വാസികളാണെങ്കിലും കൊള്ളാം, അക്രൈസ്തവരാണെങ്കിലും കൊള്ളാം, എല്ലാവരും എന്തോ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ലേ ഓരോന്ന് ചെയ്യുന്നത്, അല്ലേ? ഇനിയും അടുത്ത ജന്മത്തിൽ നല്ലതൊക്കെ ആകണമെങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഞാൻ സൽപ്രവൃത്തി കൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുക. ദൈവം പറയുക, ഓരോ പ്രവൃത്തിയുടെ മുമ്പിലും ദൈവം പറയുകയാണ്, നിന്റെ പ്രവൃത്തി എന്താണ്? കറ പുരണ്ട തുണിയാണ്. എനിക്ക് പ്രവൃത്തികൾ കാണുമ്പോഴും അവിടെ പ്രൊനൗൺസ്ഡ് ആയിട്ട് കാണുന്നത് നിന്റെ പാപമാണ്. എന്താണ്? ദർ ഇസ് നൺ റൈച്ചസ്, ഒരുത്തൻ പോലുമില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ അതാണ്
ഇനിയും ഗ്രഹിക്കുന്നവനില്ല. ദൈവത്തെ ഗ്രഹിക്കുന്നവൻ, മനസ്സിലാക്കുന്നവൻ, ദൈവത്തെ മനസ്സിലാക്കുന്ന ആരും ഇല്ല. അപ്പം നോക്കി, ഇത് ദൈവത്തെ അന്വേഷിക്കുന്നവർ, അടുത്ത വേർഡിൽ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഇപ്പം ദൈവത്തെ നീതിമാന്മാരാരുമില്ല, ദൈവത്തെ ഗ്രഹിക്കുന്നവനാരുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവരാരുമില്ല. എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു. അപ്പം ഈ കാലങ്ങളിലൊക്കെ ദൈവത്തെ അന്വേഷിച്ചല്ലേ ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നത്. സത്യാന്വേഷണികൾ എന്ന് പറഞ്ഞ എത്രയോ മതങ്ങളിലും, എത്രയോ ഈവൻ ക്രിസ്തീയ മതത്തിൽ തന്നെ എത്രയോ പേരുണ്ട് സത്യാന്വേഷണികൾ എന്ന് പറഞ്ഞ്. ദൈവവചനത്തിലും മറ്റു ഗ്രന്ഥങ്ങളിലും ഒക്കെ ദൈവത്തെ അന്വേഷിച്ച് പോവുകയാണ്. എന്താ ബേസിക്കലി പ്രശ്നം? ഇവർ പലരും അന്വേഷിക്കുന്നവരുണ്ട്, പക്ഷെ ദൈവം പറയുകയാണ്, ദൈവമാ പറഞ്ഞത്, ആരും ദൈവത്തെ അന്വേഷിക്കുന്നില്ല, ദൈവത്തെ മനസ്സിലാക്കുന്നില്ല, ആരും നീതിമാന്മാരുമല്ല, എല്ലാവരും വഴിവിട്ടു പോയി. ദൈവത്തെ നമുക്ക് ഒരു ട്രൂത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒന്നുകൂടി, നമ്മൾ ഒരിക്കൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തതാണ്, ഒന്നുകൂടി ആ വചനം എടുക്കണം. ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ വളരെ ആവശ്യമേറിയ ഒരെണ്ണമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അല്ലേ? അപ്പം ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല. നമ്മൾ യോഹന്നാൻ 1:18 വചനമാണ്, ജോൺ ചാപ്റ്റർ 1:18. അപ്പം അതിനകത്ത് പറയുകയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പോൾ ഈ കാണാത്ത ആളെ നമ്മൾ ഇവിടെ എത്ര കിടന്ന് തപ്പിയാലും ഇരുട്ടത്ത് തപ്പുന്നവല്ലേ ഉള്ളൂ. അല്ലേ? നമ്മുടെ ലൈഫിലും ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ ദൈവത്തെ കണ്ട ഒരാളുണ്ട്. ദൈവം തന്നെ എന്ത് ചെയ്യണം? മനുഷ്യ ഇടയിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞാലേ മനുഷ്യൻ മനസ്സിലാകത്തുള്ളൂ. ഇല്ലെങ്കിൽ അവൻ തപ്പി അവൻ ഒരുപാട് തെറ്റായ അവസ്ഥയിലേക്ക് പോകത്തേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? ദൈവമായിരുന്നവൻ, അല്ലേ, വചനമായിരുന്നവൻ, വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ വന്നു പാർത്തു. എന്നിട്ട് ഇവിടെ നമ്മൾ വായിച്ചത് എന്താ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ, യേശു കർത്താവ് ഈ ഭൂമിയിൽ നമ്മുടെ മനുഷ്യവേഷം എടുത്ത് അവൻ ഈ ഭൂമിയിൽ വന്നപ്പോഴാണ്, നമ്മുടെ ഇടയിൽ വന്ന് അവനാണ് ദൈവത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അവന് മാത്രമേ ആ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. കാരണം അവൻ മാത്രമാണ് ദൈവത്തിൽ നിന്ന് വന്നയാൾ. സോ ദൈവത്തിൽ നിന്ന് വന്ന ആൾക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെയും എന്താ പ്രോബ്ലം? മനുഷ്യർക്ക് ഈ ട്രൂത്തിൽ എത്താത്തിടത്തോളം കാലം, യേശുവിൽ എത്താത്തിടത്തോളം കാലം ദൈവത്തെക്കുറിച്ച് കിട്ടുന്ന അറിവുകളെല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറിവാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രസക്തി. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിച്ചു, റോമർക്കെഴുതിയ ലേഖനത്തിൽ ഞാൻ ഒന്നുകൂടി അത് വായിക്കാം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ദൈവത്തെ അറിയാത്തത് കൊണ്ട് തന്നെ, അവരുടെ ലൈഫിൽ ദൈവത്തെക്കുറിച്ച് നല്ലൊരു അറിവില്ലാത്തത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാതെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് മുമ്പോട്ട് പോയപ്പോൾ ദൈവം പറയുകയാണ്, എല്ലാവരും വഴിതെറ്റിപ്പോയി. ദൈവത്തിൻ്റെ കുറച്ച് നീതിയുണ്ട്, ദൈവത്തിൻ്റെ കുറച്ച് ഇഷ്ടമുണ്ട്. അപ്പം അങ്ങനെ എല്ലാ ജനങ്ങളും പോയപ്പം ദൈവം ഒരു ജാതിയെ തിരഞ്ഞെടുത്തു. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു ജാതിയെ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം ദൈവം കൊടുത്തു, ദൈവത്തിൻ്റെ നീതി ദൈവം കൊടുത്തു. പക്ഷെ ആരും ആ നീതിയിൽ അറ്റൈൻ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല, ബിക്കോസ് ഓഫ് ദ വീക്ക്നെസ് ഓഫ് ദർ ഫ്ലഷ്. എന്നാൽ അതാണ് നമ്മൾ പിന്നെ വായിക്കുന്നത്. ഈ പ്രമാണത്തിലൂടെ ദൈവം തൻ്റെ പുത്രനെ അയക്കുന്ന കാര്യത്തെക്കുറിച്ച് താൻ വെളിപ്പെടുത്തുകയും പ്രവചിക്കുകയും ചെയ്ത് ഇന്ന് കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിൽ അയച്ച് ദൈവം ആരാണെന്ന് യഥാർത്ഥമായിട്ടും വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പം നോക്ക്, ദൈവത്തെ യേശുക്രിസ്തുവിലേക്ക്, അതാണ് പ്രമാണത്തെക്കുറിച്ച് പോലും പറയുന്നത്. എന്താ പ്രമാണവും? നമ്മൾ ഗലാത്യ ലേഖനത്തിൽ കണ്ടു, പ്രമാണവും ഒരു മനുഷ്യനെ ക്രിസ്തുവേശുവിലേക്ക് നയിക്കുന്ന ശിശുപാലകനാണ്. നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ച്, ഇറ്റ് ഈസ് എ സ്കൂൾ മാസ്റ്റർ വിച്ച് ലീഡ്സ് അസ് ടു ജീസസ്. അപ്പം
കാരണം എന്താണ്? യേശു ക്രിസ്തുവിൽ എത്തുമ്പോഴേ വൺ വിൽ അണ്ടർസ്റ്റാൻഡ് ഫുള്ളി ഹു ഗോഡ് ഇസ്. ദൈവം ആരാണെന്ന് യഥാർത്ഥമായിട്ടും അറിയുന്നത് ക്രൈസ്റ്റിലേ ഉള്ളൂ. അപ്പോൾ ക്രൈസ്റ്റ് ഇല്ല എങ്കിൽ ഉള്ള അവസ്ഥയാണ് ഇവിടെ രചിച്ചു വെച്ചിരിക്കുന്നത്. ആരുമില്ല, ഒരുത്തനുമില്ല നീതിമാൻ. കാരണം അവൻ എത്ര പ്രവൃത്തി ചെയ്യുമ്പോഴും അവൻ്റെ പാപം മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് അത് അനീതിയായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കാണുന്നുള്ളൂ. അവൻ മനസ്സിലാക്കാനും അവൻ അന്വേഷിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഹി വിൽ എൻഡ് അപ്പ് ഇൻ എ ഫോൾസ്ഹുഡ്, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളിലേക്ക് അവൻ എൻഡ് അപ്പ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ്റെ വിചാരം അനുസരിച്ച് ജീവിച്ചപ്പം ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് ഓട്ടോമാറ്റിക്കലി അവൻ ഡ്രിഫ്റ്റഡ് ആയിക്കൊണ്ടിരുന്നു. സോ അവരെല്ലാവരും എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ വഴി വിട്ട് പോയി എന്ന് നമ്മൾ വായിക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. വീണ്ടും നമ്മുടെ നന്മ പ്രവൃത്തിയെക്കുറിച്ച് പറയുകയാണ്. നന്മ ചെയ്യുന്ന ഒരുത്തൻ പോലുമില്ല. They have together become unprofitable. There is none who does good, no, not one. ഒരാൾ പോലും ഇല്ല. ഇത് ബൈബിൾ പറയുന്നതാ, കർത്താവിൻ്റെ വേർഡാ. നമ്മൾ വിശ്വസിച്ചേ മതിയാവും. അപ്പം നമ്മൾ ചോദിക്കരുത്, എത്രയോ നന്മ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ആ നന്മയെ ദൈവം കാണുന്നത് ഇങ്ങനെയാണ്. ബിക്കോസ് നമ്മളുടെ പാപത്തിന് പരിഹാരം വരാതെ നാം എന്തൊക്കെ പറഞ്ഞാലും ശരി, ദൈവത്തിൻ്റെ മുമ്പിൽ സിൻ ഇസ് ഓൾവേസ് സിൻ ബിഫോർ ദ ലോർഡ്. ഓക്കെ, നമുക്കറിയാം, ആദാമും ഹവ്വായും ദൈവം സൃഷ്ടിച്ചു. അവർക്ക് ദൈവം സ്വാതന്ത്ര്യം കൊടുത്തു. ദൈവം ഒരു കമാൻഡ്മെൻറ്റ് കൊടുത്തു. അവരതിനെ അനുസരിച്ച് ജീവിക്കേണ്ടവരായിരുന്നു. പക്ഷെ തെറ്റ് ചെയ്തപ്പോൾ ദൈവം എന്തുവാ ചെയ്തത്? ദൈവം ചെയ്തത് അവരെ ഏദേൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? പാപം ചെയ്തത് തൻ്റെ സൃഷ്ടിയാണ്. തൻ്റെ സ്വരൂപത്തിലും മറ്റുള്ള സൃഷ്ടികളെക്കാളും വ്യത്യസ്തമായത് 1:26 ഉൽപ്പത്തി പുസ്തകം 1:26 പറയുന്നു, തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചവർ ആണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ. അപ്പം ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമേറിയ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. ഈ മനുഷ്യനെ ദൈവത്തിൻ്റെ വേർഡ് ലംഘിച്ചപ്പം ദൈവം പറയുന്നത്, ഹി ഡ്രോവ് ദ മാൻ ഔട്ട് ഓഫ് ദ ഗാർഡൻ ഓഫ് ഈഡൻ. ഏദൻ തോട്ടത്തിൽ നിന്നും അവരെ ദൈവം പുറത്താക്കി. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്? God doesn't want a fellowship with sinners. പാപികളായിട്ട് ജീവിക്കുന്നവരുമായിട്ട് ദൈവത്തിന് ഒരു കൂട്ടായ്മയ്ക്കും താല്പര്യമില്ല. അപ്പം അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്രത്തോളം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ, നമ്മുടെ പ്രവൃത്തി കൊണ്ട് പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുമോ, ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്താ? നമ്മുടെ മേളിലിരിക്കുന്ന പാപമാണ് അവിടെ പ്രൊനൗൺസ്ഡ് ആകുന്നത്. ഇവിടെയാണ് യേശുക്രിസ്തുവിനിൽ വിശ്വസിക്കുന്നതിൻ്റെ പ്രസക്തി ഇരിക്കുന്നത്. കാരണം ഒന്നാമതായിട്ട് ഈ ദൈവം ആരാണെന്ന് പോലുള്ള അറിവ് ആർക്കുണ്ടായിരുന്നു? ആദാമിനുണ്ടായിരുന്നു. ആദാം സൃഷ്ടിച്ചത് പാപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതല്ല, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. ആദാമിൻ്റെ അറിവ് നമ്മൾ കാണണമെങ്കിൽ ആദാമിന് ഗാഠനിദ്ര വരുത്തി. പാപം ചെയ്യുന്നതിന് മുമ്പുള്ള സംഭവമാണ്. ഗാഠനിദ്ര വരുത്തി ആദാമിൻ്റെ മുമ്പിൽ ആദാമിൻ്റെ വാരിയയിലെടുത്ത് ഹവ്വായെ ഉണ്ടാക്കി. ഹവ്വായെ ആദാമിൻ്റെ മുമ്പിൽ കൊണ്ടു ചെന്നപ്പോൾ ആദാം ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ആദാമിൻ്റെ നോളജ് അവിടെ പ്രകടമാണ്. ആദാം പെട്ടെന്ന് തിരിച്ചറിഞ്ഞു, ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും എന്ന്. അതായത് അത്രത്തോളം ദൈവിക വിസ്ഡം തനിക്കുണ്ടായിരുന്നു. എന്നാൽ താൻ തെറ്റ് ചെയ്തു പോയപ്പോൾ എന്താണ് കറപ്റ്റഡ് ആയത്? തനിക്കുണ്ടായിരുന്ന അറിവുകൾ പോലും കറപ്റ്റഡായി. അതാ പിന്നീടുള്ള തൻ്റെ ജനറേഷൻസ് എല്ലാം ദൈവത്തെ അന്വേഷിച്ച് ഓരോ ഫോൾസ് ഗോഡ്സിലേക്ക് പോയതിൻ്റെ ഒരു റീസൺ അത് തന്നെയാണ്. ബിക്കോസ് എവ്രി വൺ ഗോട്ട് കറപ്റ്റഡ് ത്രൂ ആഡം. ആദം വഴി സകല മനുഷ്യനും കറപ്റ്റഡായി. അവൻ്റെ ചിന്താഗതി കറപ്റ്റഡായി, അവൻ്റെ ഹൃദയം കറപ്റ്റഡായി, അവൻ്റെ സ്പിരിറ്റ് മരിച്ചു, ഡെഡായി, ഡാർക്കായി, ഹൃദയത്തിൽ അന്ധകാരം നിറഞ്ഞവരായി. സോ ഒരു മനുഷ്യനും ഒന്നും അവിടെ ചെയ്യുവാൻ സാധിക്കത്തില്ല. സംബഡി മസ്റ്റ് കം ആൻഡ് ഷൈൻ എ ലൈറ്റ് ഇൻ ദെയർ ഹാർട്ട്. ഹൃദയത്തിൽ വെളിച്ചം വീശണം. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്തത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ അതാ വായിക്കുന്നത്. ഗലീലയിലും നഫ്തലിയിലും ഇരിക്കുന്ന ജനം, ഇരുട്ടിലിരുന്ന ജനം എന്ത് കണ്ടു? വെളിച്ചം കണ്ടു. ദാറ്റ്സ് ഇറ്റ്. അതാണ് അതിലേക്ക് എത്തണമെങ്കിൽ സംബഡി ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്നും ദൈവത്തെ കണ്ട ഒരാൾ, ദൈവത്തെ കണ്ടയാൾ ഇവിടെ മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുകയാണ്
This is how God looks like. This is what God desires. ഇതത്രേ ദൈവം നിന്നിൽ നിന്നും ഇഷ്ടപ്പെടുന്നത്. ഇത് പറഞ്ഞ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവവുമായിട്ട് വീണ്ടും ഇൻ റിലേഷൻഷിപ്പിൽ എത്തുന്നത്. ദൈവത്തിൻ്റെ ഹിതം എന്താണ്? ഈ ദൈവം എന്തുകൊണ്ടാണ് അകന്ന് നിൽക്കുന്നത്? ബിക്കോസ് ഓഫ് യുവർ സിൻ. ഈ പാപത്തിന് ഒരു 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 പരിഹാരം യേശുക്രിസ്തുവിലൂടെ നമുക്കതറിയാം, യേശുക്രിസ്തുവിലൂടെ ലഭ്യമായതുകൊണ്ടാണ് യേശുവിൽ വിശ്വസിക്കുമ്പോൾ വീണ്ടും ഈ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇല്ലാത്തടത്തോളം കാലം നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും. നമ്മുടെ അന്വേഷണം വൃഥാവും, നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് വെറുതെയാണ്. നമ്മൾ എത്ര നീതി പ്രവൃത്തി ചെയ്താലും എത്ര നന്മ പ്രവൃത്തി ചെയ്താലും ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം ഒരൊറ്റ കാര്യമാണ്, ബിക്കോസ് ഓഫ് ദ സിൻ. പാപം നിമിത്തം ദൈവം ഇതിനെ എല്ലാം ഒരു പ്രയോജനവുമില്ലാത്ത ഒരു കാര്യമായിട്ടായിരിക്കും കണക്കാക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ കണ്ടത് രണ്ട് കൂട്ടരും, യഹൂദനായാലും ജാതിയായാലും രണ്ടുപേരും ദൈവത്തിൻ്റെ മുമ്പിൽ രണ്ടുപേരും പാപികളാണ്. ഒരു കൂട്ടർ പ്രമാണം വെച്ച് പാപം ചെയ്തു, മറ്റൊരു കൂട്ടർ പ്രമാണമില്ലാതെ പാപം ചെയ്തു. രണ്ടായാലും പാപിയാണ്. രണ്ടുപേരുടെയും എന്തൊക്കെ നന്മ ചെയ്താലും ശരി, ആ നന്മ എല്ലാം ഇൻഫ്ലുവൻസ്ഡ് ബൈ സിൻ ആയതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം ഒരുപോലെയാണ്. അങ്ങനെ ആകുമ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേ? പരിഹാരത്തിന് മുമ്പായിട്ട് നമുക്ക് ഈ പാപം എങ്ങനെയാണ്, ഇപ്പം ഇതിലൂടെയാണ് ഈ പാപത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ആ സങ്കീർത്തനത്തെ താഴോട്ട് വായിക്കുമ്പം ഇതിൻ്റെ ഇമ്പാക്റ്റ് എവിടെയാണ് ഏറ്റവും കൂടുതലായി പ്രകടമാകുന്നത് എന്നുള്ളതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. 13-ാമത്തെ വാക്യം, നന്മ ചെയ്യുന്ന ഒരുത്തനുമില്ല. അപ്പോൾ ഇത് പാപത്തെക്കുറിച്ച് പറയുന്നതാണ്. പാപത്തെക്കുറിച്ച് പറയുന്ന ഒരു എഫക്റ്റ് ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. വിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ട് അവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങളുടെ കീഴെയുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. ഈ അവർ എന്ന് പറയുന്നത് എല്ലാവരും, ദ ഹോൾ മാൻ കൈൻഡിനെ കുറിച്ച് പറയാം. എല്ലാ മനുഷ്യരും, ബീ ഇറ്റ് എ ജെൻറ്റൈൽ ഓർ എ ജ്യൂ, എല്ലാവരുടെയും കുറച്ച് അവയവങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു. ഒന്ന്, ദ ത്രോട്ട്. ത്രോട്ട് ഈസ് എൻ ഓപ്പൺ ടൂംബ് എന്ന് പറഞ്ഞാൽ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ടങ്സ്, അവരുടെ നാവ്. ടങ്സ് എന്താണ്? നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. വിത്ത് ദ ടങ്സ് ദേ ഹാവ് പ്രാക്ടീസ് ഡിസീറ്റ്. ദെൻ മൂന്നാമത്തെ കാര്യം പറയുകയാണ്, അവർ ചതിക്കുന്ന സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെ ഉണ്ട്. ദ പോയ്സൺ ഓഫ് ആസ്പ് ഈസ് അണ്ടർ ദെയർ ലിപ്സ്. നാലാമതായിട്ട് പറയുന്നു, അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. ഈ 4 കാര്യങ്ങളും, ദാറ്റ് ഈസ്, ഞാൻ ഒന്നുകൂടി ആ 4 കാര്യങ്ങൾ എടുത്ത് പറയാം. വൺ ഇസ് ദ ത്രോട്ട്, തൊണ്ട. സെക്കൻഡ് തിങ് ഈസ് ദ ടങ്, നമ്മുടെ നാക്ക്. 3, നമ്മുടെ ലിപ്സ്. 4, നമ്മളുടെ വായ. ഈ 4 കൂട്ടം കാര്യത്തിൻ്റെ കൂടെ കോമ്പിനേഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഒരു കാര്യം എന്തുവാ? ദാറ്റ് ഈസ് അവർ സ്പീച്ച്, റൈറ്റ്? നമ്മുടെ സംസാരമല്ലേ? ഒരു വിശ്വാസിയുടെ സംസാരത്തിലൂടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സംസാരത്തിലൂടെ അവൻ എത്രത്തോളം ഗോഡ്ലി ആണ് അൺഗോഡ്ലി ആണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നോക്കി, ഇവിടെ അഫക്റ്റഡ് ആയത്, ഈ പാപം അഫക്റ്റഡ് ആയത് അവൻ്റെ സ്പീച്ചിലാണ്. ഈ സ്പീച്ചിൻ്റെ കോമ്പിനേഷനാണിത്. ത്രോട്ട്, ടങ്, ലിപ്സ് ആൻഡ് ദ മൗത്ത്. ഇതെല്ലാം ഇറ്റ്സ് ഫുൾ ഓഫ് കേഴ്സിങ് ആൻഡ് ബിറ്റർനെസ്. ഇപ്പം നമ്മളിത് ശരിയായിട്ട് മനസ്സിലാക്കണം. ഇത് വെച്ചോണ്ടല്ലേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമ്മുടെ നാവ് കൊണ്ട് മുറിവേൽപ്പിക്കുന്നില്ലേ? എന്താ കാരണം? ബിക്കോസ് ഓഫ് സിൻ. പാപം നിമിത്തമാണ് നമ്മൾ ഹേർട്ട് ചെയ്യുന്നത് മറ്റൊരാളെ ശപിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ആർ ഹാവിങ് സിൻ. നമ്മൾ ഷോ കാണിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സിൻ. നമ്മൾ ചിലപ്പോൾ കാര്യം നടത്താൻ വേണ്ടി വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് സംസാരിക്കുന്നു. ഈ ഡിപ്ലോമസിയും ഹ്യൂമിലിറ്റിയും രണ്ടും രണ്ടാ. ഡിപ്ലോമസി സൈറ്റനിക്,
കാരണം അപ്പസ്തലനായ പൗലോസിന് ഡിപ്ലോമാറ്റിക് ആയിരുന്നെങ്കിൽ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ എഴുതുമ്പോൾ ഗലാത്യ സഭയ്ക്ക് ആ ട്രൂത്ത്, അവർ ട്രൂത്തിൽ നിന്നും വ്യതിയാനം ചെയ്യുന്നുവെന്ന് കാണുമ്പം വേണമെങ്കിൽ ഒരുപാട് ഡിപ്ലോമാറ്റിക് ആകാമായിരുന്നു. പക്ഷേ അവിടെ വളരെ വ്യക്തമായിട്ടും പറയുന്നു, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ, അതല്ലേ ഒരാളെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ലേ വി ബിക്കം മോർ ഡിപ്ലോമാറ്റിക്, നമ്മൾ നയപരം ആകുക. ഞാൻ പറയുന്നത് നമ്മൾ എന്താ നമ്മുടെ അറഗൻ്റായിട്ട് എന്തെങ്കിലും സംസാരിക്കണമെന്നല്ല, അതല്ല അതിൻ്റെ അർത്ഥം. നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കുമ്പോൾ യു മസ്റ്റ് സ്പീക്ക് വിത്ത് എ ഹംബിൾ സ്പിരിറ്റ്, അല്ലേ, വിത്ത് മീക്ക്നെസ്, താഴ്മയുള്ള ഒരു മനോഭാവത്തോട് തന്നെ വേണം നമുക്ക് സംസാരിക്കാൻ. അഹങ്കാരത്തോടെ പറയണമെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മളുടെ ആ ഡിപ്ലോമസിയും ദൈവം ആഗ്രഹിക്കുന്ന കാര്യവും രണ്ടും രണ്ടാണ്. നമ്മൾ ഡിപ്ലോമാറ്റിക് ആകാനല്ല ദൈവം ആഗ്രഹിക്കുക. ഇതെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഇല്ലാത്ത കാര്യങ്ങളും, നമ്മളൊരാളെ കേഴ്സ് ചെയ്യുന്നതും, നമ്മളൊരാളെ ഒരാളെ തരം താഴ്ത്തുന്നതും എല്ലാം യൂസിങ് ദ സ്പീച്ച്. അപ്പം ഇതുകൊണ്ടാണ് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ വരുമ്പം നോക്ക്, കർത്താവ് തന്നെ തൻ്റെ ഉപദേശം തുടങ്ങിയപ്പം കർത്താവ് പറയുകയാണ്, ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ വിധിക്കരുത്, വിധിച്ചാൽ നിന്നെ ദൈവവും വിധിക്കും എന്ന് പറയുന്നു. കർത്താവ് നാവിനെക്കുറിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ അനാവശ്യ വാക്കുകളും വിൽ ബി ജഡ്ജ്ഡ്. ഇത് കർത്താവ് പറഞ്ഞതാണ്. ഇനി ന്യായകർത്താവായിട്ട് വരുന്ന കർത്താവ് പറഞ്ഞാണ് നിൻ്റെ നാവിനെ ജഡ്ജ് ചെയ്യുമെന്ന്. ഈ നാവ് ഉപയോഗിച്ച് നമ്മൾ ആരെക്കുറിച്ച് കുറ്റം പറയുന്നില്ലേ? പാപമാ, അല്ലേ? മറ്റൊരാളുടെ ഇല്ലാത്ത കാര്യങ്ങളും ഉള്ള കാര്യങ്ങളും പറഞ്ഞ് പരത്തുക പാപമാ. ഒരു പ്രയോജനവും ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് സമാധാനം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നിട്ട് അസമാധാനം ഉണ്ടാക്കാൻ എന്തെങ്കിലും വാക്കുകൾ പറയുന്നു. ഇറ്റ് ഇസ് സിന്നിൻ്റെ ഇമ്പാക്റ്റാണ്. ഇതെല്ലാം ആ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് ദൈവം ഈ സങ്കീർത്തനത്തിലൂടെ എഴുതുവാണ്. എന്താ കാര്യം? ദൈവത്തെ നീതിമാൻ ഒരുത്തനുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്ന ആരുമില്ല, ദൈവത്തെ മനസ്സിലാക്കുന്ന ആരുമില്ല, വഴി വിട്ടു പോയവർ. ആ വഴി വിട്ടു പോയവരുടെ സ്പീച്ച് എന്ന് പറയുന്നത് ടോട്ടലി കറപ്റ്റഡാണ്. നമുക്ക് ഒരു വാക്യം ഒന്ന് നോക്കാം. എത്രത്തോളം നമ്മൾ ന്യൂ കവനൻറ്റിൽ വരുമ്പോഴും പുതിയ നിയമത്തിൽ യാക്കോബിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 26-ാമത്തെ വചനം ഒന്ന് വായിക്കാം. യാക്കോബിൻ്റെ പുസ്തകം 1:26. നമ്മളൊരാളെക്കുറിച്ച് മോശം സംസാരിക്കുന്നത് ഇതെല്ലാം എന്തുകൊണ്ടാണ്? ഇതെല്ലാം സിന്നിൻ്റെ റിസൾട്ടാണ്, സിന്നിൻ്റെ കുറേ ഫ്രൂട്ട്സാണ്. അത് ഏറ്റവും കൂടുതൽ പാപം വരുന്നത്, എക്സ്പോസ്ഡ് ആകുന്നത് നമ്മുടെ സ്പീച്ചിലൂടെ തന്നെ. ഇതുകൊണ്ടാണ് ന്യൂ കവനൻറ്റിൽ വരുമ്പം ദൈവം ഒരുപാട് എംഫസൈസ് ഇതിന് കൊടുത്തേക്കുന്നത്. 1:26 വചനം ഒന്ന് വായിക്കാം. യാക്കോബിൻ്റെ പുസ്തകം 1:26. നിങ്ങൾ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥം അത്രേ, അല്ലേ? അപ്പം അവിടെ പറയുകയാണ്, നമുക്ക് നമ്മുടെ നാവിനെ പിടിച്ചടക്കാൻ നമുക്കറിയത്തില്ലെങ്കിൽ നമ്മുടെ റിലീജിയൻ എന്ന് പറയുന്നത് യൂസ്ലെസ് ആണ്, നമ്മുടെ വിശ്വാസം വെറുതെയാണ്. ഇഫ് എനിവൺ എമംഗ് യു തിങ്സ് ഈസ് റിലീജിയസ് ഓർ സ്പിരിച്വൽ, ആത്മീയനെന്ന് നീ നിന്നെ തന്നെ നിരൂപിച്ചിട്ട് ഡസ് നോട്ട് ബ്രിഡിൽ ഹിസ് ടങ്, തൻ്റെ നാവിനെ പിടിച്ചടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഹി ഡിസീവ്സ് ഹിസ് ഓൺ ഹാർട്ട്, തൻ്റെ ഹൃദയത്തെ തന്നെ താൻ വഞ്ചിക്കുന്നത്. ആൻഡ് ദിസ് വൺസ് റിലീജിയൻ ഓർ ദിസ് വൺസ് സ്പിരിച്വാലിറ്റി ഈസ് യൂസ്ലെസ്. ഇയാളുടെ ആത്മീയത എന്താണ്? ഒരു പ്രയോജനവുമില്ലാത്തതാണ്. സോ നോക്കെ, ഈ ഒരു ഇമ്പാക്റ്റാണ് നമ്മുടെ ഈ പാപം ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ടാക്കി വെക്കുന്നത്. അപ്പം നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ ഇനിയും their feet are swift, ഞാനത് മലയാളത്തിൽ വായിക്കാം. their feet are swift to shed blood. 3:15 വചനം. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു, നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്,
സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. അൾട്ടിമേറ്റ്ലി പറഞ്ഞു വരുന്നത് എന്തുവാ? എല്ലാം കൊണ്ട് വന്നിട്ട് ചേർക്കുന്നത് they don't fear the Lord. There is no fear of God before their eyes. അവരുടെ കൺമുമ്പിൽ അവർക്ക് ദൈവഭയമില്ല. അല്ലേ? സമാധാനത്തിൻ്റെ മാർഗമില്ല. നമ്മളതെല്ലാം മുമ്പേ പറഞ്ഞു. സംസാരത്തിലൂടെ എവിടെ സമാധാനത്തിൽ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മുടെ നാവ് കൊണ്ട് എത്രയോ വട്ടം നമ്മൾ കലക്കിയിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ എത്രയോ പേരെക്കുറിച്ച് അനാവശ്യമായിട്ട് വിധിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം. ഇന്നും ഇങ്ങനത്തെ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇത് ഏത് അവസ്ഥയെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്? വിശ്വസിച്ച് സ്നാനപ്പെട്ടതിന് ശേഷമുള്ള അവസ്ഥയല്ല, ഒരു മനുഷ്യൻ്റെ ഫോളിനെ കുറിച്ചാണ് എഴുതി വെച്ചേക്കുന്നത്. അവൻ്റെ ഫോൾ ആയിരിക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നിന്നാണ് ദൈവം യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ വിടുവിച്ചത്. ഇന്ന് നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നാം വളരെ സീരിയസ് ആയിട്ട് ഇതിനെ ഗവനിക്കണം. എസ്പെഷ്യലി ദ യൂസിങ് ഓഫ് യുവർ ടങ്. നമ്മുടെ നാവിനെ നാം ഉപയോഗിക്കുന്നു. നമ്മുടെ സ്പീച്ച് എത്ര എഫെസ്യ ലേഖനത്തിലൊരു വചനം എങ്ങനെ പറയുന്നു? എങ്ങനെയാണ് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്? മറ്റുള്ളവർക്ക് കൃപ പരത്തുന്നത് ആയിരിക്കട്ടെ. ലെറ്റ് യുവർ കമ്മ്യൂണിക്കേഷൻ ഇമ്പാർട്ട് ഗ്രേസ് ടു ദ ഹിയറേഴ്സ്. കേൾവിക്കാർക്ക് കൃപ ലഭിക്കുന്നതായിക്കൊള്ളട്ടെ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ഇന്നും അങ്ങനത്തെ കാര്യങ്ങൾ വി നീഡ് ടു റിപ്പന്റ്. ദൈവമേ, ഇത് ഒരു വലിയ ഫോളൻ മാൻ്റെ ഒരു അവസ്ഥയായിട്ട് ബൈബിള് നമ്മുടെ മുമ്പിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്നും നമ്മൾ മറ്റൊരാളെക്കുറിച്ച് കുറ്റം പറയുന്നതും മറ്റൊരാളുടെ ഇല്ലാത്ത കാര്യം ഒരാളുടെ അടുത്ത് ചെന്ന് പറയുന്നതും എന്തോ അതിന് പറയുന്നത്, നമ്മൾ യേശുനി പറയുന്നതും അതുപോലെ പരദൂഷണം പറയുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? പരദൂഷണം ഒക്കെ പറയുന്നതിൻ്റെ റീസൺ പാപമാണ്. ഇതുകൊണ്ടാണ് ഈ പരദൂഷണം എന്നൊക്കെ പറഞ്ഞ് ഏത് വകുപ്പിലാണ്? നമ്മൾ കുറച്ച് മുമ്പേ 1-ാം അധ്യായത്തിൽ ഒരു ലിസ്റ്റ് വായിച്ചു. മരണയോഗ്യമായ ലിസ്റ്റിനകത്ത് പെടുത്തിയേക്കുക. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഒരാളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നരകത്തിൽ പോവുമോ? മരണയോഗ്യമായ പാപങ്ങളായിട്ട് ദൈവം പറഞ്ഞേക്കുന്ന ലിസ്റ്റിനകത്ത് വന്നിരിക്കുന്നതാണ് എന്തുവാ? കുറ്റം പറച്ചിലും ഏഷണി പറച്ചിലും ഒക്കെ, വിസ്പറേഴ്സ്, ബാക്ക് ബൈറ്റിംഗ്, അല്ലേ? ഇതെല്ലാം ആ ഒരു വകുപ്പിനകത്ത് വരുമ്പോൾ ഇതെന്തുകൊണ്ടാണ് അതിനകത്ത് പെടുത്തിയേക്കുന്നത്? ബിക്കോസ് ദിസ് ഇസ് ദ റിസൾട്ട് ഓഫ് എ സിൻ. പാപത്തിൻ്റെ ലക്ഷണമാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എന്താണ് പാപം കൊണ്ടുണ്ടായത്? മനുഷ്യനിൽ ദൈവവുമായിട്ടുള്ള ബന്ധം അറ്റുപോയിരിക്കുകയാണ്. ആ അറ്റുപോയതിൻ്റെ റിസൾട്ടാണ്. അവന് ദൈവത്തെ അറിയില്ല, ദൈവത്തെ മനസ്സിലാക്കിയില്ല. അങ്ങനെ എല്ലാവരും വഴി വിട്ടുപോയെന്നല്ലേ നമ്മൾ വായിച്ചേ. ദേ ഓൾ വെന്റ് ഔട്ട് ഓഫ് ദ വേ. അതിൻ്റെ റീസൺ ദൈവത്തിൽ നിന്നുള്ള ബന്ധമാണ് പോയത്. ഈ ബന്ധം പോയിട്ട് ആദ്യമേ ഇത് ഇമ്പാക്റ്റ് ചെയ്ത ഒരു സ്ഥലം എവിടെയാണ്? ഇൻ ദ സ്പീച്ച്. അപ്പം നമ്മൾ ആലോചിക്കണം. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ആൾക്കാരാണ്. ഞാൻ ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ട് ഇന്ന് ഞാൻ പഴയതുപോലെയാണ് എൻ്റെ സംസാരങ്ങളെങ്കിൽ, ഞാൻ പണ്ട് പറയുന്ന ചീത്ത തന്നെ ഇന്ന് വേറെ ഫോമിൽ പറയുന്നെങ്കിൽ, എന്ത് കൺവേർഷനാണ് നമുക്കുണ്ടായിട്ടുള്ളത്? നമുക്കൊരു കൺവേർഷനും ഉണ്ടായിട്ടില്ല. നമ്മൾ ഇന്നും ആ അറ്റുപോയ ബന്ധത്തിലിരിക്കുകയാണ്. ഇന്ന് അതാണ് നമ്മൾ യാക്കോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. നീ സ്പിരിച്വൽ ആണെന്ന് ചിന്തിക്കുകയും നിന്റെ നാവിനെ കടിഞ്ഞാണിടാൻ അറിയത്തില്ലെങ്കിൽ യു ആർ ഡിസീവിങ് യുവർ ഹാർട്ട്. നിന്റെ ഹൃദയത്തെ നീ വഞ്ചിക്കുകയാണ്. ഞാൻ ആത്മീയനാണ്, ഞാൻ സൺഡേ പോകുന്നുണ്ട്, പക്ഷെ ബാക്കിയെല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ ഞാൻ ഭാര്യയെ ചീത്ത വിളിക്കുന്നവൻ. എത്ര വിശ്വാസികളുണ്ടെന്നറിയാമോ? ദേ ഡോണ്ട് ഈവൻ ഫിയർ ഗാഡ്. അവർക്ക് ദൈവത്തെ ഭയമില്ല. വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന ആളുകൾ, ഭാര്യയെ ചീത്ത വിളിക്കുന്നവർ, അപ്പനെ അമ്മയും ചീത്ത വിളിക്കുന്നവർ, മോശ വർത്തമാനങ്ങൾ മക്കളെ വിളിക്കുന്നവർ, മൃഗങ്ങളുടെ പേര് വെച്ച് കൊച്ചുങ്ങളെ വിളിക്കുന്നവർ. നമ്മൾ ഓർക്കണം, ദിസ് ഈസ് ഓൾ സീരിയസ് തിങ്സ്. ദീസ് ആർ ഓൾ സീരിയസ് തിങ്സ്. ഇത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇത് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതിന് ശേഷമുള്ള ആളുകളെക്കുറിച്ചല്ല എഴുതിയേക്കുന്നത്. ഇത് ഫോളൻ മെന്നിൻ്റെ ഒരു കാര്യമായി പറയുന്നത്. നാമും ഈ വകുപ്പുണ്ടെങ്കിൽ ഇന്നും ദൈവം നമുക്ക് സമയം തന്നിരിക്കുക. ബെറ്റർ റിപ്പന്റ്, മാനസാന്തരപ്പെടുക. അതല്ലേ എപ്പോഴും കർത്താവിന് പറയാനായിട്ടുള്ളത്. അതാ വെളിപാട് തുടങ്ങിയപ്പോൾ, കർത്താവ് ഗോസ്പൽ തുടങ്ങി, മാത്യുവിൽ തുടങ്ങിയപ്പോൾ, തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുമ്പോൾ 3-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് എന്തുവാണ്? മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം അടുത്ത് വെച്ചിരിക്കുന്നു.
അടുത്തു വന്നിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ എത്തിയപ്പോഴും എൻഡ് ഓഫ് ദ ബൈബിൾ എത്തിയപ്പോഴും കർത്താവിനൊരു കാര്യമേ സഭയോട് പറയാനായിട്ടുള്ളൂ: മാനസാന്തരപ്പെടുവീൻ. റിപ്പന്റ് ഓഫ് അവർ ബാഡ് സ്പീച്ചസ്. നമ്മുടെ വെറും വർത്തമാനങ്ങൾ, നമ്മുടെ മോശപ്പെട്ട വാക്കുകൾ, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് കൃപ ലഭിക്കാത്ത ഏതൊക്കെ അവസരങ്ങൾ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടോ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എ സിൻ. അത് ഒരു സൈനാണ് ദൈവത്തോട് നമുക്ക് ബന്ധമില്ലാത്തതിൻ്റെ. ഇഫ് യു ആർ റിയലി കണക്റ്റഡ് ടു ഗാഡ്, യു വിൽ ബി കെയർഫുൾ ഇൻ യുവർ സ്പീച്ച്. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ, നമ്മളിപ്പോൾ യാക്കോബ് അപ്പോസ്തലൻ്റെ ഒരു വചനം, നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊരു വചനം കൂടി കാണാം, ഒരു വചനമേ വായിച്ചുള്ളൂ. ആ വചനത്തിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ടങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണ്. പിന്നീട് നമ്മൾ സബ്സിക്വൻറ്റ് ചാപ്റ്റേഴ്സ് വായിക്കുമ്പോഴും രണ്ട് അധ്യായങ്ങളാണ് ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുന്നത്. സോ ലുക്ക്, എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കർത്താവ് ഈ ഭൂമി വന്നപ്പോഴും അതിനെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ ഓരോ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും, എവറി വേർഡ് ഷാൽ ബി ജഡ്ജ്ഡ്. 18-ാമത്തെ വചനം എൻഡ് ചെയ്യുന്നത്, 18-ാമത്തെ വചനമാണ് ഇതിൻ്റെ എല്ലാം സാരമായ കാര്യം. ദർ ഈസ് നോ ഫിയർ ഓഫ് ഗാഡ് ബിഫോർ ദർ ഐസ്. ഇതാണ് പാപമുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ, ദൈവത്തെ ഇവർക്ക് ഭയം ഇല്ലാതെ ആയിത്തീർന്നു. ദൈവത്തെ ഭയമുണ്ടെങ്കിൽ, നമുക്കൊരു വാക്യം വായിക്കാം. ഈ ദൈവഭയത്തെക്കുറിച്ച് ആദ്യമേ നമ്മൾ കാണുന്നത് പുറപ്പാട് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ദൈവം ഈ ദൈവഭയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ള വചനങ്ങളൊന്ന് വായിക്കാം. ഇപ്പം നമ്മളിവിടെ കണ്ടത് ഇവരുടെ ഇടയിൽ ദൈവഭയമില്ല. എന്താ ഈ ദൈവഭയം? ദൈവഭയം എന്ന് പറയുന്നത് ദൈവം എന്നെ നരകത്തിൽ പിടിച്ചിടുമെന്നുള്ള ഭയമല്ല. ഇറ്റ് ഈസ് ആക്ച്വലി ദ റെവറൻസ്. ആ റെവറൻസ് എന്നുള്ളൊരു വാക്കാണ് ഇവിടെ വന്നേക്കുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി നമ്മൾ പറയാറുണ്ട് ദൈവത്തോട് ദൈവത്തോടുള്ള ബഹുമാനപൂർവമുള്ള, ദാറ്റ്സ് റെവറൻസ്. അപ്പം ദ ഫിയർ that comes out of reverence. We ശരിക്കും basically that respect, that's a respect towards God. അപ്പോൾ ഇവിടെ 9-ാം വചനം പറയുകയാണ്, 4-9 മുതൽ ആവർത്തന പുസ്തകം: കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവൻ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരുപ്പാൻ മാത്രം സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും നിന്റെ മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. അന്ന് യഹോവ എന്നോട് ജനത്തെ എൻ്റെ അടുക്കൽ വിളിച്ചുകൂട്ടുക, ഞാൻ എൻ്റെ വചനങ്ങളെ അവരെ കേൾപ്പിക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണം എന്ന് കൽപ്പിച്ചുവല്ലോ. അപ്പം ദൈവത്തിൻ്റെ വേർഡ് കൊടുത്ത എന്തിനു വേണ്ടിയാ? ദൈവം പറയുകയാണ്, ദൈവം ചെയ്ത ഓരോ പ്രവൃത്തികളെക്കുറിച്ചും പറയണം. പ്രത്യേകിച്ചും ഹോരേബ് മലയുടെ മുകളിൽ വെച്ച്. ഈ ഹോരേബ് മലയുടെ പ്രത്യേകത എന്താ? അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ദൈവം ഈ കമാൻഡ്മെന്റ് ഇസ്രായേൽ ജനത്തിന് കൊടുത്തത്. ഇത് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താ? ഉദ്ദേശം ഇത് തന്നെയാണ്. അവർ പഠിക്കണം. They must learn the fear of the Lord. They must learn how to respect the Lord. അപ്പം ദൈവത്തിൻ്റെ വേർഡിനെ ഞാൻ എടുക്കേണ്ടത് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് റെസ്പെക്ട്. ഞാൻ എൻ്റെ ദൈവത്തെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്, ആ ബഹുമാനം റിഫ്ലക്റ്റഡ് ആകുന്നത് എങ്ങനെയാണ്? ഇൻ മൈ ഒബീഡിയൻസ് ടു ഗാഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ വചനത്തോടുള്ള ഒബീഡിയൻസ് ആണ്. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഞാനൊരു വാക്യം കൂടെ നമുക്ക് യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് നോക്കാം. അപ്പം ഇതാണ് അവിടെ ഇസ്രായേൽ ജനത്തിന് കൊടുത്തുവെങ്കിൽ, നമ്മൾ മുമ്പേ നാവിൻ്റെ കാര്യം തന്നെ പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു വചനം എടുക്കാം. യാക്കോബിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം ഒന്ന് വായിക്കാം. 8 മുതൽ
നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവുന്നതല്ല, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം നാം ഏതാ ഈ നാവിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. എത്ര സീരിയസ് ആണെന്ന് നോക്കിക്കേ. നമ്മൾ എത്ര പേര് നമ്മുടെ നാവിനെക്കുറിച്ച് കൊണ്ട് നമ്മൾ ഓരോ അനാവശ്യം പറയുമ്പം വല്ലതും ചിന്തിക്കാറുണ്ടോ? ഒരാളെക്കുറിച്ച് മോശമായിട്ട് പറയുമ്പം ഇവിടെ വേർഡ് പറയുന്നത് എന്തുവാ? വേർഡ് പറയുക 3:9 പറയുകയാണ്, നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ഞാൻ മോശമായിട്ടൊരു കാര്യം പറയുക, ഞാനൊരു മൃഗത്തിൻ്റെ പേരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ മോശപ്പെട്ട ഒരു വാക്ക് പറയുമ്പോൾ ഞാൻ ആരെയാ മോശപ്പെട്ട് പറയുന്നത്? ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ഒരു വ്യക്തിയെയാണ് ഞാനത് പറയുന്നത്. അയാൾ എന്നേക്കാൾ ഉയർന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, എനിക്ക് സമനായിക്കോട്ടെ, എന്നെക്കാളും താഴ്ന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, ഏത് ടേംസിലാണെങ്കിലും കൊള്ളാം. പക്ഷേ എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ ഒരുപോലെയാണ്. എല്ലാ മനുഷ്യരെയും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചതാണ്. ഒരു മനുഷ്യനെക്കുറിച്ച് പോലും തരം താഴ്ത്തി സംസാരിക്കാനോ മോശപ്പെട്ട് പറയാനോ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. അപ്പോൾ എന്നാൽ ഇതെല്ലാം മറികടന്ന് നാം ഇവരെ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താ? വി ഡോണ്ട് ഫിയർ ദ ലോർഡ്. ദൈവത്തെ ബഹുമാനിക്കുന്നെങ്കിൽ അതേ ഛായയിൽ സൃഷ്ടിച്ച ഒരു വ്യക്തിയെ വി വിൽ ഡെഫിനറ്റ്ലി, അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് കോടതിയിൽ ഉള്ള ജീവനക്കാരെ, കോടതിയിലുള്ള ഒരു അവിടുത്തെ ഓഫീസ് സ്റ്റാഫോ ജഡ്ജിയോ ഒന്നുമല്ല, ഓഫീസ് സ്റ്റാഫ്, അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പോലീസുകാർ അവർ ഏത് പൊസിഷനിലുള്ളവരാണെങ്കിലും ശരി അവർക്ക് ഭയങ്കര വാല്യൂ അവർ കൊടുക്കുന്നത്. വൈ? അവർ ക്ലർക്കായതുകൊണ്ടല്ല. വേറെ ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീസിലുള്ള ക്ലർക്ക് ചെന്നാലും അവർക്ക് ആ ഒരു പരിഗണന കിട്ടണമെന്നില്ല. പക്ഷെ കോടതിയിൽ നിന്ന് വരുമ്പോൾ they will have a respect. അവർക്കൊരു റെസ്പെക്റ്റ് കിട്ടും. നോട്ട് ബിക്കോസ് ഓഫ് വാട്ട് ദേ ആർ, അവരായിരിക്കുന്ന പൊസിഷൻ കൊണ്ടല്ല, ബിക്കോസ് അവർ വരുന്നത് കോടതിയിൽ നിന്നായതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന് നാം അറിയുകയും, how can we disrespect a person if we really fear God? നാം ദൈവത്തെ ഭയക്കുന്നെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലും ഡിസ്റെസ്പെക്റ്റ് ചെയ്യുവാൻ നമുക്ക് അനുവാദമില്ല. അതാ ദൈവത്തിൻ്റെ വേർഡ് പറയുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. ഇന്ന് കേട്ട ദൈവത്തിൻ്റെ വചനം വെച്ചിട്ട് നമ്മുടെ നാവ്, ഇന്ന് നമ്മൾ കണ്ടത് ഒരു ഫോളൻ മാൻ്റെ, അത് യഹൂദനായിക്കോട്ടെ, യവനനായിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മറ്റ് ജാതിയിൽ നിന്ന് വന്നായിക്കോട്ടെ, എല്ലാവരുടെയും പാപം ചെയ്താലുള്ള രൂപം ഒരുപോലെ തന്നെ. അവരുടെ നാവ് വഷളത്തം പറയും, അല്ലേ? അവരുടെ നാവിൽ അവർക്ക് ജ്ഞാനമില്ല, അവർ ദൈവത്തെ അന്വേഷിക്കാത്തവരാണ്, അവരുടെ ഉള്ളിൽ ദൈവഭയമില്ല. ദൈവഭയമില്ലാത്തത് കൊണ്ട് എന്ത് മ്ലേച്ഛതകളും വരും. അത് ഏറ്റവും കൂടുതൽ പ്രകടമാവുന്നത് അവരുടെ നാവിലൂടെയാണ്. ഈ സ്വഭാവം നമ്മളിൽ ഉണ്ടാവുന്നെങ്കിൽ, ഇന്നും കർത്താവിൽ വന്നതിന് ശേഷവും ഉണ്ടാകുന്നെങ്കിൽ, നമ്മൾ തിരിച്ചറിയുക ഇത് ഫോളൻ മെന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അതേ കാര്യം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ ഏത് തിരിച്ചറിവിലെത്തണം? ഞാൻ ഈ വിശ്വസിച്ച് സ്നാനപ്പെട്ടിട്ടൊന്നും ഇന്നും എൻ്റെ ഉള്ളിൽ മാറ്റമുണ്ടായിട്ടില്ല. ആൻഡ് ഐ മസ്റ്റ് ടേക്ക് ദാറ്റ് മാറ്റർ സീരിയസ്ലി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഉള്ളിൽ ഒരു രോഗമോ ഒരു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം കെയർഫുള്ളാകും? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെ ഡോക്ടർ ചെന്ന് നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത വന്നു, നമ്മൾ ചെന്ന് ഡോക്ടർ പറഞ്ഞു ഇന്ന ഫുഡ് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കൊതി ഉണ്ടെങ്കിലും ശരി, നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടാതെ ഇരുന്നിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡിനെ നമ്മൾ മാറ്റി നിർത്തും, നമ്മളതിനെ വേണ്ടാന്ന് വെക്കും, നമ്മൾ എന്തൊക്കെ ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം വളരെ സീരിയസ് ആണ്. ഇത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തുക. കർത്താവേ, അങ്ങേ എനിക്ക് ഭയമില്ലായിരുന്നു,
ഹെൽപ്പ് മീ ടു റെസ്പെക്റ്റ് യു ലോർഡ്. ഞാനൊരു വാക്യം കൂടെ വായിക്കാം. ഇതിനുമായിട്ട് ചേർന്ന ഒരു വാക്യമാണ് 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം കൂടി ഒന്ന് വായിക്കാം. ഈ ഫിയർ ഓഫ് ഗോഡ് നമുക്ക് ചെയ്യുന്ന ഒരു കാര്യം. ഫിയർ ഓഫ് ഗോഡ് ഇല്ലെങ്കിൽ ഇവിടെ എല്ലാം തകിടം മറിയും. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വചനം. നിങ്ങൾ എഴുതി അയച്ച 2 കൊരിന്ത്യരാണ്, ഫസ്റ്റ് കൊരിന്ത്യൻസ് അല്ല. 2 കൊരിന്ത്യർ 7-ന്റെ 1-ാം വചനം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുവീൻ. ഇംഗ്ലീഷിൽ പറയുന്നത് ത്രൂ ദ ഫിയർ ഓഫ് ഗാഡ് പെർഫെക്റ്റ് യുവർ ഹോളിനെസ്. അപ്പം നമ്മളിൽ വിശുദ്ധീകരണം ഉണ്ടാവുന്നെങ്കിൽ എന്താ വേണ്ടത്? ഫിയർ ഓഫ് ഗോഡാണ്. ഈ ഫിയർ ഓഫ് ഗോഡ് ഉള്ളിലുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് അത് വരുത്തുന്ന മാറ്റം നമ്മുടെ സ്പീച്ചസിലാണ്. അപ്പം നമ്മുടെ സ്പീച്ച് തന്നെയല്ലേ ഈ അൺഹോളി ലൈഫിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന കാരണം? സ്പീച്ച് തന്നെ. അവിടെയാണ് ക്യൂർ വേണ്ടത്. അവിടെ ക്യൂർ വേണമെങ്കിൽ എവിടെ ക്യൂർ വേണം? കർത്താവ് പറഞ്ഞു, ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത്. അതെ, ഈ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ദൈവത്തിൻ്റെ വചനം എഴുതിപ്പിക്കുകയും ആത്മാവ് നിറയുവാൻ നാം അനുവദിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ, നാം താഴ്ന്ന് ദൈവസന്നിധിയിൽ കൊടുക്കുകയും ചെയ്യുമ്പോൾ, നാം അറിയാതെ തന്നെ നമ്മുടെ നാവ് പല കാര്യത്തിൽ നിന്നും വിട്ടുമാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ല, ഇന്നും ഞാൻ പണ്ടത്തെ പോലൊക്കെ തന്നെയാണ് എൻ്റെ സംസാരമെങ്കിൽ, ഞാൻ വീണ്ടും പറയട്ടെ, നമ്മൾ അക്രൈസ്തവരെന്നല്ല, ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ പാപിയെന്ന് വിശേഷിപ്പിക്കുന്ന ആളെക്കാളും വേഴ്സ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ബിക്കോസ് അവരെ സംബന്ധിച്ച് അവർക്കതൊരു അവർക്കതൊരു പ്രശ്നമല്ല. നമ്മൾ അങ്ങനല്ല. നമ്മൾ ബിലീവേഴ്സാണെന്ന് പറയുകയാണ്. നമ്മൾ നമ്മുടെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു, ചേർച്ച് മെമ്പേഴ്സിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് വി സ്പീക്ക് ഓൾ ബാഡ് തിങ്സ്. അത് ലെറ്റ് ഇറ്റ് നോട്ട് ബി നെയിംഡ് among the saints of God. കർത്താവിൻ്റെ വിശുദ്ധന്മാരുടെ ഇടയിൽ അതൊന്നും പേര് പറയുവാൻ പോലും വരാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.